പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ കാലമാണ് അല്ലേ. പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവർ അവരുടെ കുടുംബത്തിൽ എന്ത് നടന്നാലും അതെല്ലാം എടുത്ത് വ്ളോഗാക്കും. പ്രത്യേകിച്ച് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ അവരുടെ ഫാമിലിയിൽ എന്ത് നടന്നാലും, ഒരു കല്യാണം ആയിക്കോട്ടെ, പ്രഗ്നൻ്റ് ആയതായിക്കോട്ടെ, അത് അവർക്ക് നല്ലൊരു കണ്ടന്റാണ്. കല്യാണം, പ്രഗ്നൻസി, അങ്ങനെ ഡെലിവറി, അതെല്ലാം നല്ല രീതിയിൽ റീച്ച് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ മെയിൻ ആയിട്ട് ഈ പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന അതിൻ്റെ വീഡിയോ കാണിക്കും. പിന്നെ വയറ്, ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള അഭിശ്രീ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബിഗ് ബോസിൽ ഈ കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന അബിയുടെ ഭാര്യ ഗർഭിണിയാണ്. അപ്പോൾ അവർ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രഗ്നൻസിയുടെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അവർ മാത്രമല്ല, വേറെയും ഉണ്ട് ഫെമിലിയർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ്. അവരുമൊക്കെ ഈ കഴിഞ്ഞിടെ ഇതുപോലെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും തോന്നിയൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം എത്രയൊക്കെ നമ്മുടെ കാലം മാറി, ഇന്ന് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ തോന്നും. അപ്പൊ ഇവരുടെ ഈ ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൽ ഇവര് വയറ് കാണിക്കുന്നു, എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെയാണ്. എന്താ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഇവരുടെ ഒരു സന്തോഷമായിരിക്കാം ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കുക, അല്ലെ ഫോട്ടോസ് എടുത്താൽ അത് അവരുടെ സന്തോഷമായിരിക്കും. പിന്നീടാണെങ്കിൽ നമുക്കത് കാണാമല്ലോ. പക്ഷെ അത് അവരുടെ സന്തോഷത്തിനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയകളിൽ ഇടുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവർക്ക് മാത്രം കാണാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? നമുക്ക് മാത്രം കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലിടാം, എന്നിട്ട് നമുക്ക് നോക്കിയാൽ മതിയല്ലോ. പിന്നീടാണെങ്കിലും നമുക്ക് എടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കാണുന്ന ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കും. അപ്പൊ ഇവർ ഇങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് ഭയങ്കര കൺഗ്രാറ്റ്സ്, ലവിന്റെ സ്റ്റിക്കർ ഇടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമന്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമന്റും കണ്ടു. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, ശരിയാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വയറ് കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അല്ലെ വീഡിയോസൊക്കെ എന്തിനാണ് ഇവർ സോഷ്യൽ മീഡിയകളിൽ ഇടുന്നത്? എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോറായിട്ടുള്ള പരിപാടിയാണ്. കാരണം ഈ ഒരു സമയത്തൊക്കെ അതിൻ്റെതായ രീതിക്ക് വേണം. ഇത് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ വായടപ്പിക്കാൻ കുറെ എണ്ണങ്ങളുണ്ടാവും. കാലം മാറി, തള്ള വൈബ്, തന്ത വൈബ്, അല്ലെ അത് അവരുടെ ഇഷ്ടമല്ലേ, മറ്റതല്ലേ, മറിച്ചല്ലേ, അത് അവരുടെ ഇഷ്ടമായിക്കട്ടെ. പക്ഷെ അവരിത് സോഷ്യൽ മീഡിയകളിൽ ഇടുമ്പോൾ ഇത് ആൾക്കാർ കാണും. ഇത് ആൾക്കാർ കാണുമ്പോൾ കാണുന്ന ആൾക്കാർ എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. നമ്മളിപ്പോൾ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ ആദ്യം വരുന്ന ഇതാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുപക്ഷെ അത് കാണുമ്പോൾ നമ്മളത് കമന്റ് ഇടും. എന്തോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തുവാ? അതും ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ആ കുഞ്ഞിനെ വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. വളരെ ഒരു ബോറായിട്ടുള്ള ഏർപ്പാടാണ്. ഇപ്പൊ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. മെയിനായിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫോട്ടോസ്, വീഡിയോസ്, കുഞ്ഞ് അങ്ങ് പ്രഗ്നന്റ് തുടക്കം മുതൽ അവസാനം ഡെലിവറി വരെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഡെലിവറി സമയത്ത് ഡെലിവറി ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകളായിട്ടുള്ള കൃഷ്ണയുടെ പ്രഗ്നൻസി വ്ളോഗ് അതും ഇതുപോലെയായിരുന്നു. തുടക്കം മുതൽ അവസാനം പ്രസവം വരെ കാണിച്ചു. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? എന്താ ഓരോ സമയത്ത് ഓരോരോ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ പണ്ടത്തെ ആൾക്കാർ അല്ലെങ്കിൽ തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞോളൂ, എന്നാലും കുഴപ്പമില്ല. നമ്മളൊക്കെ ഈ പറയുന്ന പോലെ പ്രഗ്നന്റ് ആയി അല്ലെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ആൾക്കാർ തന്നെ. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു, ഇവരൊക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു, പ്രഗ്നന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അത് ഒന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവര് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന്റെ ഉദ്ദേശം എന്താ? ഇവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എന്താ അവർക്ക് കിട്ടുന്നത്? റീച്ച് കിട്ടും അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് റവന്യൂ കിട്ടുമായിരിക്കും. ഇപ്പൊ ഫേസ്ബുക്കിൽ ഇട്ടാലും യൂട്യൂബിൽ ഇട്ടാലും റവന്യൂ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? കഷ്ടം തന്നെ. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയേണ്ടത്? അതോ ഇവര് ഇടുന്ന ഡ്രസ്സൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ്, എന്നിട്ട് ചെറിയ രീതിയിലുള്ള ബ്ലൗസ് പോലെയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു. നാളെ നമ്മൾ ഇതിനപ്പുറവും കാണേണ്ടി വരും. നാളെ ഇനിയിപ്പോ ബെഡ്റൂമിൽ നടക്കുന്നത് വരെ ഇപ്പൊ അങ്ങനെയും കാണിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ.
എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. ഇത് കാണുന്ന ആൾക്കാർക്ക് ഏത് രീതിയിൽ തോന്നിയാലും പ്രശ്നമില്ല. എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. ഞാൻ ഇവരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഒരുപാട് എണ്ണങ്ങളുണ്ട് ഇതുപോലെ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള സംഭവങ്ങൾ അങ്ങോട്ട് കാണിച്ചേക്കുക. വയറൊക്കെ അങ്ങ് ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ കാണുന്നതുകൊണ്ട് ഇവർക്കൊന്നും ഒരു ഇതുമില്ല. വെറും പ്രഹസനം എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എന്താ ഇതിന് പറയേണ്ടത്? ഒരുമാതിരി ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പ്രഹസനം. നമ്മളൊക്കെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ. എനിക്ക് 2 പ്രഗ്നൻസിയിലും അതിൻ്റെതായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ തുടക്കം മുതൽ അവസാനം വരെ റെസ്റ്റ് എടുത്ത് തന്നെയാണ് രണ്ടാമത്തെ കുഞ്ഞിന് ഞാൻ ജന്മം നൽകിയത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവരൊക്കെ എന്തോ കാണിക്കുന്ന എന്തോ എൻ്റെ പൊന്നോ, തുള്ളുന്നു, ഡാൻസ് കളിക്കുന്നു, ആ രീതി വെച്ച് ഫോട്ടോ എടുക്കുന്നു, ഈ രീതി വെച്ച് ഫോട്ടോ എടുക്കുന്നു. എന്താ ഇതിനൊക്കെ പറയണ്ടേ? നിങ്ങൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ? എന്ത് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇങ്ങനെ വയറൊക്കെ ഭയങ്കരമായിട്ട് കാണിച്ചുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതുപോലെ ഇവർ ഈ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ കണ്ടു. അതിലൊക്കെ ഒരുപാട് അമ്മമാരൊക്കെ ഒന്ന് കമന്റ് ഇടുന്ന കണ്ടു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ഫോട്ടോസ് എടുത്ത് ഇടാനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എന്താ പറയണ്ടേ? എന്തായാലും ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യൂ.